ആദിവാസി മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ധന്യരാമനെതിരെ ഇത് രണ്ടാം തവണയാണ് ആക്രമണം. രാത്രിയിൽ സ്ഥിരമായി ആരു വീട്ടുവളപ്പിൽ കയറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ദിവസങ്ങളായി പോലീസ് സംരക്ഷണത്തിലാണ് ധന്യയും കുടുംബവും. കഴിഞ്ഞ ശനിയാഴ്ച പോലീസിന്റെ കണ്ണിൽപ്പെടാതെയാണ് അക്രമി വാതിൽ തകർത്ത് വീടിനകത്ത് കയറിയത്. ഒരു പൂട്ടും തകർത്തിട്ട് വീണ്ടും ഒരു കതകും തകർത്തിട്ടാണ് അകത്ത് കയറുന്നത്. എൻ്റെ നമ്മൾ ഏറ്റവും സുരക്ഷിതം എന്ന് വിചാരിക്കുന്ന വീടിനകത്ത് ബെഡിൽ ഒരു മനുഷ്യൻ വന്ന് നമ്മളെ കഴുത്തിനോട് കുത്തിപ്പിടിച്ച് ആയുധമായി നിൽക്കുമ്പം ഒന്ന് പതറി. പക്ഷേ അത് ഞാൻ വീണ്ടും എടുത്തു. ആദിവാസി മേഖലയിലെ ചൂഷണത്തിനെതിരെ പ്രവർത്തിക്കുന്ന തനിക്ക് നിരവധി ശത്രുക്കളുണ്ടെന്നും ധന്യരാമൻ പറഞ്ഞു. റേപ്പ് കേസിലെ പോക്സോ പ്രകാരം 15 കൊല്ലത്തേക്ക് ജീവപര്യന്തം വാങ്ങിച്ചു കൊടുത്ത ആളുകളുടെ ബന്ധുക്കളൊക്കെ എനിക്കെതിരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആദിവാസികളെ കൂടുതൽ ദ്രോഹിക്കുന്ന എസ്റ്റേറ്റ് മുതലാളിമാരെ പോലെയുള്ളവർക്കെതിരായിട്ടൊക്കെ ഇപ്പം കേസ് നടത്തുന്നുണ്ട്. അതെല്ലാം അവർക്കൊന്നും അവരോടൊക്കെ രേഖകൾ ഹാജരാക്കാൻ പറയുമ്പോൾ ഒന്നും ഭൂമിക്കൊന്നും രേഖയില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർക്ക് എല്ലാവരും എൻ്റെ അടുത്ത് കാണുമല്ലോ, ദേഷ്യം കാണുമല്ലോ എല്ലാവർക്കും. പോലീസിനും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ധന്യ പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.